ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാസ് എജു വ്ലോഗ്. നാസ് എജു വ്ലോഗിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. സോഷ്യൽ സയൻസ് 1ൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ഒരു ഏരിയയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ഭാഗത്ത് അഥവാ ഫസ്റ്റ് ഭാഗത്ത് നമുക്ക് എടുത്ത പ്രധാനപ്പെട്ട കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതൊക്കെയായിരുന്നു ആ കോൺസെപ്റ്റുകൾ? ഒന്ന്, വാട്ട് ഈസ് റവല്യൂഷൻ, എന്താണ് വിപ്ലവം? രണ്ടാമത്തത്, വാട്ട് ഈസ് റിനൈസൻസ്, എന്താണ് നവോത്ഥാനം? മൂന്നാമത്തത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്, എന്തൊക്കെയാണ് നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ? 4, വാട്ട് ആർ ദ കോൺസെപ്റ്റ്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്, എൻലൈറ്റ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റുകൾ ഏതൊക്കെയാണ്? ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 4 ക്വസ്റ്റ്യൻസും ഒരു ബുക്കിലോ അല്ലെങ്കിൽ പേപ്പറിലോ എഴുതി അതിൻ്റെ ഉത്തരവും എഴുതി നിങ്ങൾ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം. എൻ്റെ നമ്പർ സ്ക്രീനിലുണ്ട്, അതിലേക്ക് നോക്കിയിട്ട് ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ ഉത്തരം എഴുതിയിട്ട് വാട്സപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആൻസർ എൻ്റർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നേരത്തെ സൂചിപ്പിച്ചു, ഇന്നത്തെ ക്ലാസ്സിൽ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് അല്ലേ, ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നുള്ള ഏരിയയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് പ്രധാനമായിട്ടും നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഏതൊരു വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്ന സമയത്തും നിങ്ങൾ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? ഒന്ന്, ഈ വിപ്ലവം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ അഥവാ കോസസ്, കാരണങ്ങളെക്കുറിച്ച് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത്, വാട്ട് ആർ ദ ഇവൻറ്റ്സ്, എന്തൊക്കെയാണ് അതിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അഥവാ ഒരു വിപ്ലവം ഉണ്ടാകുന്ന സമയത്ത് എന്തെല്ലാം സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം, ആരൊക്കെയാണ് അതിന് നേതൃത്വം നൽകിയത്? ഏതെങ്കിലും ലീഡേഴ്സ്, ഏതെങ്കിലും ചിന്തകന്മാർ, ഏതെങ്കിലും എഴുത്തുകാർ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. നാലാമത്തെ കാര്യം, എന്താണ് അതിൻ്റെ അനന്തരഫലം? വാട്ട് ആർ ദ ആഫ്റ്റർ എഫക്ട്സ് ഓഫ് ദാറ്റ് റെവല്യൂഷൻ, എന്താണ് ആ വിപ്ലവത്തിൻ്റെ അനന്തരഫലം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഏതൊരു വിപ്ലവത്തെക്കുറിച്ചും ഏതൊരു വാറിനെക്കുറിച്ചും നിങ്ങൾ പഠിക്കുന്ന സമയത്ത്, യുദ്ധത്തെക്കുറിച്ചും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 4 കാര്യങ്ങൾ, അഥവാ നിങ്ങൾ നോട്ട്സ് ഉണ്ടാക്കേണ്ടത് ഈ 4 സംഭവങ്ങളാണ്. കാരണങ്ങൾ വേണം, ദെൻ ആരെങ്കിലും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ വേണം, ദെൻ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കുറിച്ച് പറയണം, ദെൻ നാലാമത്തത് എന്തൊക്കെയാണ് അതിൻ്റെ അനന്തരഫലങ്ങൾ. ഇത്രയും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ടോപ്പിക്ക് പഠിക്കാൻ പറ്റും. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നോക്കുമ്പം നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്ന് പാസ്റ്റിലേക്ക് പോകണം. എപ്പോഴാണ് അമേരിക്ക എന്ന് പറയുന്ന വൻകരയെ കണ്ടുപിടിച്ചിട്ടുള്ളത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്ന സമയത്ത് ഒരു കാര്യം ഉണർത്തേണ്ടതുണ്ട്. 1492 അമേരിക്ക
എന്ന വൻകര കണ്ടുപിടിക്കപ്പെടുന്നത്. അത് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് പറയുന്ന ഇറ്റലിക്കാരനായ നാവികനാണ്. അദ്ദേഹം അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഏഷ്യയിലെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി രൂപീകരിച്ചു. ഇതിന് സ്പെയിനിലെ അന്നത്തെ രാജ്ഞിയും അതുപോലെ അവിടുത്തെ രാജാവും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും അഥവാ സ്പെയിനിലെ ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടു കൂടി 1492 ഓഗസ്റ്റ് 3 സ്പെയിനിലെ പാലോസ് എന്ന് പറയുന്ന തുറമുഖത്തു നിന്നും അദ്ദേഹം സാന്റ മരിയ എന്ന് പറയുന്ന കപ്പലിൽ യാത്ര തിരിച്ചു. അദ്ദേഹത്തിൻ്റെ അനുയായികളായി 120 യാത്രികരുണ്ടായിരുന്നു. ഈ സാന്റ മരിയ എന്ന് പറയുന്ന കപ്പലിനോടൊപ്പം മറ്റു 2 കപ്പലും കൂടി ഉണ്ടായിരുന്നു, നീന ആൻഡ് പിൻഡ. ഇങ്ങനെ 2 കപ്പൽ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 120 സഞ്ചാരികളുമായി പുറപ്പെട്ട ഈ കപ്പൽ ഏഷ്യയാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ യാദൃശികമായി എത്തിപ്പെട്ടത് അമേരിക്കൻ വൻകരയിലായിരുന്നു. അമേരിക്കൻ വൻകരയിലെ ബഹാമസ് എന്ന് പറയുന്ന പ്രദേശം അഥവാ ഇന്ന് ബഹാമസ് എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് കൊളംബസ് ആദ്യമായി എത്തിച്ചേർന്നത്. അവിടെയുള്ള ജനങ്ങളെ കണ്ട കൊളംബസ് ഇന്ത്യക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ അദ്ദേഹം റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു. അങ്ങനെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതോടുകൂടി 16-ാം നൂറ്റാണ്ടിൽ നിരവധി യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തി. ഈ കുടിയേറ്റം പിന്നീട് കോളനികളായി മാറുന്നതിന് കാരണമായി. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് കുടിയേറ്റം നടത്തിയിട്ടുള്ള യൂറോപ്യന്മാരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിയ ജനങ്ങളുടെ ലക്ഷ്യം. എന്നാൽ 17-ാം സെഞ്ചുറിയിൽ അഥവാ 1600-നും 1700-നും ഇടയിൽ അമേരിക്കയിലേക്ക് ഇംഗ്ലണ്ടിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങൾ കുടിയേറ്റം നടത്തി. എന്താണ് അതിനുള്ള കാരണം? അതിനുള്ള കാരണം ഇംഗ്ലണ്ടിൽ ഈ സമയത്ത് മതപീഡനത്തെ തുടർന്ന് അഥവാ ഇംഗ്ലണ്ടിലെ മതപീഡനത്തെ തുടർന്ന് 17-ാം സെഞ്ചുറിയുടെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ മതപീഡനത്തെ തുടർന്ന് ഒരു കൂട്ടം ജനങ്ങൾ മേഫ്ലവർ എന്ന് പറയുന്ന കപ്പലിൽ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തി. ഈ കുടിയേറ്റക്കാരെയാണ് തീർത്ഥാടക പിതാക്കന്മാർ എന്നറിയപ്പെടുന്നത്. ഈ തീർത്ഥാടക പിതാക്കന്മാർ അമേരിക്കയിലെത്തുകയും അവിടെ അവർ 13 കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇങ്ങനെ 13 കോളനികൾ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന് ഈ കോളനികൾ പിടിച്ചെടുക്കണമെന്ന ഒരു ലക്ഷ്യമുണ്ടാവുകയും അതിനുവേണ്ടി അവർ നിയമനിർമ്മാണം നടത്തുകയും ചെയ്തു. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ ചൂഷണം അഥവാ അമേരിക്കയിൽ അഥവാ ഇംഗ്ലീഷ് വംശജരായിട്ടുള്ള ജനങ്ങളാണുള്ളത്. ഈ ഇംഗ്ലീഷ് വംശജരായ ജനങ്ങളെ കീഴടക്കുന്നതിന് വേണ്ടി ഇംഗ്ലണ്ട് ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടത്തി. ഇതിനെ തുടർന്ന് വളരെയധികം പ്രയാസപ്പെട്ട അമേരിക്കയിലെ ജനങ്ങൾ അഥവാ അമേരിക്കയിലെ ഇംഗ്ലീഷ് വംശജർ ഇംഗ്ലണ്ടിനെതിരെ നടത്തിയ സമരത്തെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത്. ഈ സമരത്തിൽ അമേരിക്കക്കാരെ അഥവാ അമേരിക്കൻ സൈന്യത്തിന് ഫ്രാൻസിൻ്റെ സഹായം കൂടി ലഭിച്ചിരുന്നു. അതോടുകൂടി സമരം ഒന്നുകൂടി ശക്തമായി മാറി. ഓക്കെ, ഇതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. അതോടൊപ്പം എന്തെല്ലാം നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ
നമ്മുടെ അമേരിക്കക്കാരുടെ മേൽ നടപ്പിലാക്കിയതെന്നും ഉള്ള കാര്യം നമുക്ക് നല്ല രീതിയിലൊന്ന് ചർച്ച ചെയ്യാം. അതാണ് എക്സാമിന് പഠിക്കേണ്ടത്. ഈ സംഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടായാൽ മതി. ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം. അത് ഓരോന്നും സ്ലൈഡുകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിനായി ഞാനൊരു ആനിമേഷൻ വീഡിയോ ആണ് ഇനി കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാണുമല്ലോ. Smishing and a splashing over the horizon, what can it be? The pilgrims sailed the sea to find a place to call their own. In their ship Mayflower they hoped to find a better home. They finally knocked on Plymouth Rock and someone said, "We're there." It may not look like home, but at this point I don't care. Oh, they were missing Mother England. They swore their loyalty until the very end. Anything you say, King, it's okay, King. You know it's kinda scary on your own. Gonna build a new land the way we planned. Could you help us run it till it's grown? They planted corn, you know, they built their houses one by one. And bit by bit they worked until the colonies were done. They looked around, yeah, up and down, and someone said, "Hooray! If the king could only see us now, he would be proud of us today." They knew that now they'd run their own land. But George III still vowed he'd rule them to the end. Anything I say, do it my way now. Anything I say, do it my way. Don't you get to feeling independent, 'cause I'm gonna force you to obey. He taxed their property, he didn't give them any choice. And back in England, he didn't give them any voice. That's called taxation without representation, and it's not fair. But when the colonies complained, the king said, "I don't care." He even has the nerve to tax our cup of tea. To put it kindly, King, we really don't agree. Gonna show you how we feel. We're gonna dump this tea and turn this harbor into the biggest cup of tea in history. They wanted no more Mother England. They knew the time had come for them to take command. It's very clear you're being unfair, King. No matter what you say, we won't obey. Gonna hold a revolution now, King, and we're gonna run it all away with no more king. We're gonna elect a president. No more king. He's gonna do what the people want. No more king. We're gonna run things our way. No more king. Nobody's gonna tell us what to do. Rocking and a rolling, swishing and a splashing over the horizon. What can it be? Looks like it's going to be a free country. അപ്പോൾ ഈ പാഠത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് കടക്കുകയാണ്, പഠിക്കാനുള്ളതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആരാണ് ഇങ്ങനൊരു സ്ലോഗൻ തയ്യാറാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ ഏറ്റവും കൂടുതൽ മുഴങ്ങിക്കേട്ടിരുന്ന ഒരു മുദ്രാവാക്യമാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ്. ഇത് ആരാണ് ഇത് തയ്യാറാക്കിയത്? എന്തൊക്കെയാണ് ഇതുകൊണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത്? അഥവാ ഈ മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ എന്തെല്ലാമാണ് ആവശ്യപ്പെട്ടത്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ ആദ്യമായിട്ട് പറയുന്നത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടാക്കിയിരുന്നത് മെസാച്യുസെറ്റ്സിലെ ലോയറായിരുന്ന ജെയിംസ് ഓട്ടിസ് ആയിരുന്നു. ജെയിംസ് ഓട്ടിസിൻ്റെ ഈ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തു. അവർ ബ്രിട്ടീഷുകാരോട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾ ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെട്ടത്? ഒന്ന്, നീഡ് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്.
ഗവൺമെൻറ്റിൽ ജനങ്ങൾക്കും പ്രാതിനിധ്യം വേണം, അഥവാ ഭരണ പങ്കാളിത്തം ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഭരണ പങ്കാളിത്തം, നീഡ് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്. രണ്ടാമത്തത് ഇറ്റ് ഈസ് ആൻറ്റി പീപ്പിൾ ഇഫ് നോ റെപ്രസെൻറ്റേഷൻ. ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണ്. ഇറ്റ് ഈസ് ആൻറ്റി പീപ്പിൾ, ഇത് ജനവിരുദ്ധമാണ്. ഇഫ് നോ റെപ്രസെൻറ്റേഷൻ, പങ്കാളിത്തമില്ലെങ്കിൽ. ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണ്. മൂന്നാമത്തത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ഭരണത്തിൽ പങ്കാളിത്തം നൽകാതെ ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കാൻ പാടില്ല. നോ ടാക്സേഷൻ, ടാക്സ് എടുക്കാൻ പാടില്ല. വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പങ്കാളിത്തം തരാതെ. ഞങ്ങൾക്ക് ഗവൺമെൻറ്റിൽ അഥവാ ഭരണ പങ്കാളിത്തം തരാതെ ഒരിക്കലും ഞങ്ങളിൽ നിന്നും ടാക്സ് ഈടാക്കാൻ പാടില്ല. ഭരണത്തിൽ പങ്കാളിത്തം നൽകാതെ ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കാൻ പാടില്ല. ഈ 3 പോയിന്റുകളാണ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ എന്നുള്ള മുദ്രാവാക്യത്തിലൂടെ ജനങ്ങൾ ഡിമാൻഡ് ചെയ്തത്, ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ഇത് എക്സാമിന് 3 മാർക്കിന് ചോദിക്കുന്ന, സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മലയാളം മീഡിയം ശ്രദ്ധിക്കുക. 3 പോയിന്റ്: 1 ഭരണ പങ്കാളിത്തം, 2 ജനങ്ങൾക്ക് പ്രാതിനിധ്യമില്ലാത്ത ഭരണം ജനവിരുദ്ധമാണ്, 3 ഭരണത്തിൽ പങ്കാളിത്തം നൽകാതെ ജനങ്ങളിൽ നിന്നും നികുതി പിരിക്കാൻ പാടില്ല. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് വാട്ട് ഈസ് മെർക്കന്റലിസം. എന്താണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്? മെർക്കന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ഓഫ് ബ്രിട്ടീഷ് മെർച്ചൻസ്. അത് ബ്രിട്ടീഷുകാരുടെ ഒരു പോളിസിയാണ്, ഒരു നയമാണ്. എന്താണ് ആ നയത്തിലൂടെ അത് ഉദ്ദേശിക്കുന്നത്? കളക്ടിങ് റോ മെറ്റീരിയൽസിനെ കളക്ട് ചെയ്യുക, ആൻഡ് സെല്ലിങ് ദെയർ പ്രൊഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുക. അപ്പോൾ എന്താണ് പോളിസി ഓഫ് ബ്രിട്ടീഷ് മെർച്ചൻസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കളക്ടിങ് റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുക, സെല്ലിങ് ദെയർ പ്രോഡക്ട്സ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക. ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കി. ദാറ്റ് മീൻസ് ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ്. ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ കണക്കാക്കിയിരുന്നു. എങ്ങനെ കണക്കാക്കിയിരുന്നത്? ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ള ഒരു സെൻറ്റർ ആയിട്ടായിരുന്നു അവർ കണക്കാക്കിയിരുന്നത്. ഫോർ ദെയർ ഇൻഡസ്ട്രി, എന്തിനു വേണ്ടിയിട്ട്? അവരുടെ വ്യവസായശാലകൾക്ക് വേണ്ടി. ആൻഡ് ആസ് മാർക്കറ്റ് ഫോർ സെല്ലിങ് ദെയർ പ്രോഡക്ട്സ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും അവർ കണക്കാക്കിയിരുന്നു. ദാറ്റ് മീൻസ് അവരുടെ ഇൻഡസ്ട്രിയിലേക്കുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്ന സെൻറ്ററായും അവരുടെ വ്യവസായശാലകളിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കേന്ദ്രമായിട്ടായിരുന്നു എന്തിനെ കണക്കാക്കിയിരുന്നത്? ഈ വടക്കേ അമേരിക്കയിലെ 13 കോളനികളെയും കണക്കാക്കിയിരുന്നത്. ദിസ് പോളിസി implemented by the British merchants with the help of their motherland in the American colonies. ഈ പോളിസി അത് നടപ്പിലാക്കിയിരുന്നു ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ്, ബ്രിട്ടീഷുകാരായ കച്ചവടക്കാർ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ്, അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പോളിസി നടപ്പിലാക്കിയത്. എവിടെ? ഇൻ ദ അമേരിക്കൻ കോളനീസ്, അമേരിക്കൻ കോളനികളിൽ. അഥവാ അമേരിക്കൻ കോളനികളിൽ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ ബ്രിട്ടീഷ് കച്ചവടക്കാർ നടപ്പിലാക്കിയ ഈ കച്ചവട നയത്തെയാണ്, ബിസിനസ് പോളിസിയെയാണ് എന്തെന്ന് പറയുന്നത്? മെർക്കന്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആ പോളിസി എന്നുള്ളതാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. ദെൻ രണ്ടാമത് അങ്ങനെ ചെയ്തത് ആരാണെന്നുമാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മെർക്കന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനുള്ള കേന്ദ്രമായും
ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായും ഇംഗ്ലീഷുകാർ അമേരിക്കൻ കോളനിയെ കണക്കാക്കി. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്താൽ കച്ചവടക്കാർ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് മെർക്കന്റിലിസം എന്ന് അറിയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരിക്കൽ കൂടി പറയുകയാണ്. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. This policy, implemented by the British merchants with the help of their motherland in the American colonies, it is known as mercantilism. അപ്പോൾ മെർക്കന്റിലിസം എന്താണെന്ന് ക്ലിയറായി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മെർക്കന്റിലിസത്തിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അടുത്തതായി പറയാൻ പോകുന്നത്. മെർക്കന്റിലിസ്റ്റ് ലോസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ 5 മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ പഠിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ 5 പോയിന്റും പഠിക്കാം. ഒന്നാമത്തത് ഷിപ്സ് ആണ്, രണ്ടാമത്തത് എക്സ്പോർട്ടിംഗ് ആണ്, മൂന്നാമത്തത് സ്റ്റാമ്പാണ്, നാലാമത്തത് ബ്രിട്ടീഷ് ട്രൂപ്സ് ആണ്, അഞ്ചാമത്തത് ഇമ്പോർട്ട് ടാക്സ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇയാളിപ്പോൾ എന്താ ഈ പറയുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങളിലേക്ക് വരും. ആ സമയത്ത് നമുക്കൊന്നും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ആദ്യത്തത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. ഒന്നാമത്തെ മെർക്കന്റിലിസ്റ്റ് ലോ എന്ന് പറയുന്നത് 5 നിയമങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ 5 നിയമങ്ങൾ? ദ ഫസ്റ്റ് വൺ, ഷിപ്സ് അഥവാ കപ്പലുകൾ അല്ലേ? അപ്പം എന്തോ കപ്പലുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എളുപ്പത്തിൽ ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് പഠിച്ചാൽ മതി? മെർക്കന്റിലിസ്റ്റ് ലോ 1 ഷിപ്സ്. അപ്പോൾ അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കപ്പലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്താണ് ആ പോയിന്റ്? ബ്രിട്ടീഷ് ഷിപ്സ് ഫോർ ക്യാരിയിങ് ഗുഡ്സ്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത്ര എഴുതിയാൽ മതി. ഷിപ്പ് എന്നുള്ള പോയിന്റ് ചെയ്താൽ എന്നിട്ട് അതിൻ്റെ നേരെ ബ്രിട്ടീഷ് ഷിപ്സ് ഫോർ ക്യാരിയിങ് ഗുഡ്സ്. സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ബ്രിട്ടീഷ് കപ്പലുകൾ മാത്രം ഉപയോഗിക്കുക. മലയാളം മീഡിയക്കാർ പഠിക്കുന്ന സമയത്ത് ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് പഠിക്കാം. എങ്ങനെയാണ്? കപ്പൽ എന്ന പോയിന്റ് കൊടുക്കുക, എന്നിട്ട് കോളനിയുടെ വ്യാപാര വാണിജ്യങ്ങൾക്ക് ഇംഗ്ലീഷ് കപ്പലുകളോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളോ ഉപയോഗിക്കണം. അഥവാ അമേരിക്കൻ കോളനിയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന കപ്പൽ അഥവാ വ്യാപാര വാണിജ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കപ്പൽ ഒന്നുകിൽ എവിടെ ഉണ്ടാക്കിയതായിരിക്കണം? ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയതായിരിക്കണം, അല്ലെങ്കിൽ എവിടെ ഉണ്ടാക്കിയതായിരിക്കണം? അമേരിക്കയിൽ ഉണ്ടാക്കിയതായിരിക്കണം, അഥവാ അമേരിക്കൻ കോളനികളിൽ ഉണ്ടാക്കിയതായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാനോ അവരുടെ കപ്പലുകൾ ഉപയോഗിക്കാനോ പാടില്ല. രണ്ടാമത്തത് എക്സ്പോർട്ടിങ്. എന്താ എക്സ്പോർട്ടിങ് എന്ന് പറഞ്ഞാൽ? പ്രോഡക്ട്സ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പം മലയാളത്തിൽ നമ്മളത് പഠിക്കുന്ന സമയത്ത് എന്താണ് അവിടെ പഠിക്കേണ്ടത്? കയറ്റുമതി. എന്താ പഠിക്കേണ്ടത്? കയറ്റുമതി. കയറ്റുമതിയിൽ എന്ത് പോയിന്റ് നമ്മൾ അവിടെ എഴുതേണ്ടത്? താഴെ എഴുതേണ്ടത് എന്താ? കോളനികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര, പരുത്തി, കമ്പിളി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. അപ്പൊ ഇനി അതറിയാത്ത ഒരാള് വളരെ സിമ്പിളായിട്ട് അവർക്ക് എന്ത് എഴുതാം? കോളനികളിൽ ഉൽപ്പാദിക്കുന്ന വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ എന്ന് സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ പഞ്ചസാര, പരുത്തി, കമ്പിളിയും കൂടി അറിഞ്ഞു വെച്ചാൽ ഒരു നല്ല രീതിയിൽ അഥവാ ഒരു പഞ്ച് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തത് സ്റ്റാമ്പ്. മൂന്നാമത്തെ സൈഡ് ഹെഡിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൻ പറ്റും? സ്റ്റാമ്പ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ്? സ്റ്റാമ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരമാണ് അടുത്തത്. ബ്രിട്ടീഷ് സ്റ്റാമ്പ്സ് ഫോർ
all legal papers. അഥവാ അമേരിക്കൻ കോളനികളിൽ എന്തൊക്കെ പ്രമാണങ്ങളുണ്ടോ, എന്തൊക്കെ ലീഗൽ ഡോക്യുമെന്റ്സ് ഉണ്ടോ, അഥവാ എന്തൊക്കെ രേഖകളുണ്ടോ ആ രേഖകളിലെല്ലാം എന്ത് പതിക്കണം? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിക്കണം. അമേരിക്കൻ കോളനികളിലെ എന്തെല്ലാം പ്രമാണങ്ങളുണ്ടോ, എന്തെല്ലാം രേഖകളുണ്ടോ, അങ്ങനെയുള്ള എല്ലാ രേഖകളിലും എന്തിൻ്റെ സീല് പതിക്കണം, എന്തിൻ്റെ സ്റ്റാമ്പ് പതിക്കണം? ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് പതിക്കണം. ക്ലിയർ ആണല്ലോ? ഇതാണ് സ്റ്റാമ്പ് എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തത് മീറ്റ് ദ എക്സ്പെൻസ് ഓഫ് ബ്രിട്ടീഷ് ട്രൂപ്സ്. മീറ്റ് ദ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ചിലവ് വഹിക്കണം. ആരുടെ? ഓഫ് ബ്രിട്ടീഷ് ട്രൂപ്പ്. ബ്രിട്ടീഷുകാരുടെ സൈന്യത്തിൻ്റെ ചിലവും കൂടി ആര് വഹിക്കണം? ഇവര് വഹിക്കണം. അഥവാ അമേരിക്കൻ കോളനിയിലെ നിവാസികൾ എന്ത് ചെയ്യണം? ബ്രിട്ടീഷുകാരായ സൈനികരുണ്ട്, ഇവരെ അടിച്ചമർത്താൻ, ഇവരെ ചൂഷണം ചെയ്യാൻ വന്നിരിക്കുന്ന ബ്രിട്ടീഷുകാരായിട്ടുള്ള സൈനികരുടെ താമസ ഭക്ഷണ ചിലവുകൾ ആര് വഹിക്കണം? ഈ അമേരിക്കൻ കോളനിയിലെ ജനങ്ങൾ വഹിക്കണം. അപ്പൊ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സൈന്യം. എന്താ സൈന്യത്തിന്റെ പ്രത്യേകത? കോളനികളിലെ ഇംഗ്ലീഷ് സൈന്യത്തിന് താമസ സൗകര്യങ്ങൾ കോളനിക്കാർ നൽകണം. നാലാമത്തെ കഴിഞ്ഞാൽ ഇനി അഞ്ചാമത്തത് അഥവാ അവസാനത്തെ പോയിന്റ് ഇമ്പോർട്ട് ടാക്സ്. ഇറക്കുമതി നികുതി കൊടുക്കണം. ഇറക്കുമതി നികുതി അഥവാ ഇറക്കുമതി. എന്താ ഇറക്കുമതിയിൽ പറയുന്നത്? കോളനികളിൽ ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അഥവാ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് നികുതി കൊടുക്കണം. എന്തെല്ലാം നികുതിയാണ്? ഏതെല്ലാം വസ്തുക്കൾക്ക് മുകളിലാണ് നികുതി കൊടുക്കേണ്ടത്? ഇമ്പോർട്ട് ടാക്സ് ഫോർ ടീ, ചായയുടെ മുകളിൽ, ഗ്ലാസ്, അതുപോലെ ഗ്ലാസിൻ്റെ മുകളിൽ, ആൻഡ് പേപ്പർ, അതുപോലെ പേപ്പറുകൾ. അഥവാ ഇമ്പോർട്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിലും എന്ത് ചെയ്യണം? നികുതി അങ്ങോട്ട് കൊടുക്കണം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ 5 എണ്ണമാണ് മെർക്കന്റലിസ്റ്റ് നിയമം. 1 ഷിപ്സ് അഥവാ കപ്പൽ, 2 എക്സ്പോർട്ട് അഥവാ കയറ്റുമതി, 3 സ്റ്റാമ്പ് തന്നെ, 4 സൈന്യം അഥവാ ബ്രിട്ടീഷ് ട്രൂപ്സ്, 5 ഇറക്കുമതി അഥവാ ഇമ്പോർട്ട് ടാക്സ്. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ കൃത്യമായി സൂക്ഷിച്ചു വെക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ്, അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് പ്രേരണ നൽകിയിട്ടുള്ള, ഊർജം നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ചിന്തകന്മാർ, അതോടൊപ്പം പ്രധാനപ്പെട്ട ഇവൻസുകൾ അഥവാ സംഭവങ്ങളെയും അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്ത എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ബന്ധപ്പെടേണ്ടതാണ്. അതുപോലെ നേരത്തെ തന്നിരിക്കുന്ന അസൈൻമെൻറ്റിൻ്റെ കാര്യം മറക്കരുത്. ആ 4 ക്വസ്റ്റ്യൻ എഴുതി അതിൻ്റെ ആൻസർ എനിക്ക് അയച്ചു തരേണ്ടതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. താങ്ക് യു.